ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതസ് കിച്ചൺ. ഇന്നത്തെ ഒരു ഫിഷ് കട്ടിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാളയാണ്. അപ്പോൾ ഇവനെ നമുക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ കത്രികക്ക് ഇവൻ്റെ മുള്ളൊക്കെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തെ 2-3 മുള്ള് കുറച്ച് കനമുള്ള മുള്ളായിരിക്കും. കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു. എന്നാലും നമുക്ക് കത്രിക തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി കേട്ടോ. നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കൂരിവാള വാങ്ങിക്കുന്നത്. എപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് ഇരിക്കുന്ന കാണാം. നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഒന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയും പച്ച കണ്ടത് കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാത്തതാണെന്നുണ്ടെങ്കിലും ഒന്ന് വാങ്ങിച്ചു നോക്കിയത് കേട്ടോ. അപ്പം മുള്ളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് ഉരച്ചെടുക്കാം. ഞാനൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ മീനായതുകൊണ്ട് നമുക്ക് കൈ പിടിച്ച് ഉരയ്ക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്ന് ഉരച്ച് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഒരു സ്റ്റീൽ സ്ക്രബ് വെച്ചിട്ടാണ് കേട്ടോ തേച്ച് വെളുപ്പിച്ചെടുക്കുന്നത്. നമ്മുടെ സാധാരണ കൂരി ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അതിലും കുറച്ചും കൂടി പാടായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇതൊന്ന് ക്ലീൻ ആയിട്ടൊക്കെ കിട്ടാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന മീനും കൂടി ആയതുകൊണ്ട് എത്ര ക്ലീൻ ആക്കിയിട്ട് എനിക്ക് തൃപ്തിയാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഇട്ട് ഒന്നും കൂടി ഉരച്ച് കത്തിക്കൊക്കെ വടിച്ചെടുത്തിട്ടൊക്കെയാണ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ സ്ക്രബും കൂടി ഉരച്ചെടുത്തപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ക്ലീനായി കിട്ടി കേട്ടോ. കുറച്ച് വലിപ്പമുള്ള മീനായതുകൊണ്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സ്ക്രബ്ബറോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ നല്ല അരവുള്ള കല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്രബ്ബറും കൊണ്ട് ഉരച്ചതിന് ശേഷം ഞാൻ കത്തിക്ക് ഇതേപോലെ ഒന്നും കൂടി വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വയറിൻ്റെ ഭാഗമൊക്കെ വെളുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി കത്തിക്ക് എല്ലാ വശവും ഒന്ന് വടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാർക്കറ്റിലൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ടുള്ളൂ. ഒന്നില്ലാന്നുണ്ടെങ്കിൽ കത്തിക്ക് ഇതേപോലെ ഒന്ന് വടിച്ച് കളഞ്ഞു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. വീട്ടിൽ പണ്ട് അമ്മച്ചി ഇതേപോലെ കൂരിയൊക്കെ നന്നാക്കുമ്പോൾ അമ്മച്ചി കുറച്ച് കുമ്മായവും കുറച്ച് മണലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉരച്ചെടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വേഗം വെളുത്ത് കിട്ടും കേട്ടോ. എനിക്കത് അത്രക്കൊരു വശമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇതേപോലെ മണലൊന്നും ചേർക്കാണ്ട് നമ്മുടെ കല്ലിൽ തന്നെയാണ് കേട്ടോ ഉരച്ചെടുക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഉരച്ച് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് നുറുക്കിയെടുക്കാം. ഞാൻ ആദ്യം മീനിൻ്റെ ചുണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നല്ല കരിമ്പച്ച മീനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പണി ഇതുമേ എടുത്തിട്ടും അവനൊന്നും ഉടങ്ങി പോവാഞ്ഞത് കേട്ടോ. ഇനി ഇവൻ്റെ ചെകളയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കത്രികയൊക്കെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ചെകള 2 വശത്തു നിന്നും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പൂ ഒന്ന് ഞാൻ കത്തിക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂ മാത്രമേ ഞാൻ എടുത്ത് കളയുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കുടൽ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വരുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ആ പൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു. നല്ല ചോരയൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള പച്ച മീനായിരുന്നു. അപ്പോൾ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വയറിൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഹാഫ് റൗണ്ടും വയറിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയാണ് കേട്ടോ ഇടുന്നത്. ഫുൾ റൗണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലിപ്പമുള്ള മീനായതുകൊണ്ടാണ് ഇതേപോലെ ഹാഫ് റൗണ്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വയറിൻ്റെ ഭാഗത്തുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് വയറിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ ഞാനൊന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അധികം ചെളിക്കുടലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഫിഷ് തന്നെ ആയിരുന്നു. ഈ കരളിൻ്റെ ഭാഗത്തും ആ കൈപ്പൊക്കെ പൊട്ടാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കരൾ നമ്മൾ എടുക്കും കേട്ടോ. ഈ മീനിൻ്റെ വയറിൻ്റെ അകത്ത് നിറയെ നെയ്യായിരുന്നു കേട്ടോ. ആ നെയ്യ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ കളയാം കേട്ടോ. ഞാൻ ആദ്യം മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കറിയിലോട്ട് മുഴുവൻ ഇട്ടില്ല, പകുതി എടുത്തുള്ളൂ, ബാക്കി ഞാൻ കളഞ്ഞു കേട്ടോ. നമ്മുടെ കട്ട്ലയുടെയും ചെമ്പല്ലിയുടെയും ഒക്കെ അകത്തുള്ള നെയ്യ് പോലത്തെ നെയ്യല്ലായിരുന്നു കേട്ടോ. ഈ നെയ്യ് കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള ടൈപ്പ് നെയ്യായിരുന്നു. ഇങ്ങനെ ഇറച്ചിയുടെ അകത്തൊക്കെ ഉണ്ടാകുന്ന ടൈപ്പുള്ള നെയ്യായിരുന്നു. പിന്നെ മീനിൻ്റെ ഫ്ലഷിനും ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നെയ്യ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ തലയുടെ ഭാഗത്തുള്ള ആ ഒരു മുള്ള് കുറച്ച് കനമുള്ള മുള്ളായിരുന്നു കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇച്ചിരി പാടായിരുന്നു. ബാക്കിയുള്ള മുള്ളെല്ലാം നല്ല സോഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇവനെ ഒന്ന് നുറുക്കിയൊക്കെ എടുക്കുന്നുണ്ട്. വയറിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫിഷ് കട്ടിങ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. റെസിപ്പിയും കൂടി വരുമ്പോൾ കുറച്ച് ലെങ്തി ആയി പോകും കേട്ടോ വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ 2ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഫിഷ് കട്ട് ചെയ്തെടുത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫിഷ് കട്ടിങ് വീഡിയോ ഒക്കെ നമ്മളുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നല്ല കഷ്ണങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ ഹാഫ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ ഞാനൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല ഹാഫ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പച്ച മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും ഉടയാണ്ട് ഇതേപോലെ നല്ല ഹാഫ് റൗണ്ടായിട്ട് കിട്ടും കേട്ടോ. കറി പീസായിട്ട് കട്ട് ചെയ്യണതിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലത് ഇതേപോലുള്ള ഹാഫ് റൗണ്ടായിട്ടുള്ള പീസസ് ആണ് കേട്ടോ.
അതാകുമ്പോൾ നമുക്ക് ഒട്ടും ഉടയാണ്ട് തന്നെ മീനൊക്കെ കിട്ടും കേട്ടോ. കറി പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചില ആൾക്കാർ ഇതേപോലെ മുള്ളേന്ന് വാർന്നെടുത്തിട്ടൊക്കെയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് ഉടയാത്ത മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഉടയുന്ന മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ടിംഗ് ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കഴുകിയൊക്കെ എടുക്കും കേട്ടോ. ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കും കേട്ടോ. ഞാനിവിടെ വീഡിയോയിൽ ഒരു പ്രാവശ്യം കഴുകിയെടുക്കുന്നേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ടിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.